नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗതം करती हूँ. എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിലെ 8ാം ക്ലാസ്സിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ 8th സ്റ്റാൻഡേർഡിലെ എല്ലാവരും റെഡിയാണല്ലോ മക്കളെ? ഏതുവരെയാണ് നാം എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഇക്കായി ദോ, അതായത് യൂണിറ്റ് 2വിലെ ലെസൺ 1 അല്ലേ? ഫസ്റ്റ് പാഠ് 1 ഒന്നാമത്തെ പാഠം ഒരു കവിതയായിരുന്നു. മനോഹരമായ ഒരു കവിത നാം പഠിച്ചു. ഇന്ന് നാം സെക്കൻഡ് ലെസണിലേക്ക് പ്രവേശിക്കുകയാണ്. പാഠ് 2 പിതാക്ക പ്രായച്ചിത്ത്, അച്ഛൻ്റെ പ്രായച്ചിത്ത. അപ്പോൾ ഇന്ന് നാം ഈ പാഠഭാഗം പഠിക്കുന്നതോടൊപ്പം ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എടുത്ത ലെസണിൻ്റെ ആക്ടിവിറ്റീസും അതുപോലെ ഈ ലെസണിൻ്റെ ഇപ്പം നാം എടുക്കാൻ പോകുന്ന ലെസണിൻ്റെ ആക്ടിവിറ്റീസും ഈ ലെസണിന് ശേഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നവർ തീർച്ചയായിട്ടും ആ നോട്ട്സുകൾ കറക്റ്റ് മനസ്സിലാക്കി അതുകൂടി എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അതുപോലെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള പുതിയ കുട്ടികൾ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു കൈകോർത്ത പ്രയത്നം തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് നീങ്ങാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരു ഷാർപ്പൺ ചെയ്ത പെൻസിൽ കൂടി എടുക്കുക. ടീച്ചർ പറയുന്ന സമയത്ത് മീനിങ് നിങ്ങൾ അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ എഴുതി സൂക്ഷിക്കാൻ മറക്കരുത്. കാരണം പാഠം വായിക്കുന്ന സമയത്ത് നമുക്ക് അർത്ഥം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആയിയെ മേരെ സാത്ത്. പിതാക്ക പ്രായശ്ചിത്ത്, അച്ഛൻ്റെ പ്രായശ്ചിത്ത. ഇതൊരു സംസ്മരണാണ്. എന്താണ് മക്കളെ സംസ്മരൺ? സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നാണ് അർത്ഥം. എന്താണ് ഓർമ്മക്കുറിപ്പ്? അതായത് स्मृति के आधार पर किसी विषय या व्यक्ति के संबंध में लिखित लेख को संस्मरण कहते हैं. स्मृति के आधार पर, നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മയ്ക്ക് അടിസ്ഥാനമാക്കി നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചില ഓർമ്മകൾ കാണും. ആ ഓർമ്മയിലുള്ള വിഷയത്തെ നാം ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് സംസ്മരണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സംസ്മരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ സംസ്മരണം ഓർമ്മക്കുറിപ്പ് എഴുതുന്നത് അരുൺ ഗാന്ധിയാണ്. അരുൺ ഗാന്ധിയുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അരവിന്ദ് ഗുപ്തയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നും ഇതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ് ഗുപ്തയാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഡോക്ടർ അരുൺ ഗാന്ധിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അരുൺ ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ്, മകൻ്റെ മകനാണ് അരുൺ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ പുത്രനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിക്ക് ബേഠെ. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനായിരുന്നു. ഓർ മഹാത്മാഗാന്ധിക്ക് കെ പോത്തെ ഹെ. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ഗ്രാൻഡ് സണ്ണുമാണ്. ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ ചെറുമകൻ. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. അരുൺ ഗാന്ധി 30 വർഷത്തോളം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി നോക്കിയിരുന്നു. ആപ്കി അനേക കിതാബേം പ്രകാശിത് ഹെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കുകൾ അദ്ദേഹം ഇവിടെ നമുക്കറിയാൻ തക്കൊണ്ട് നിങ്ങൾ നെറ്റിലേക്ക് അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആ MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിക്ക് സംസ്ഥാപക് ഹെ. അദ്ദേഹം MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ആണ്. ഏത് സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹെ. അപ്പോൾ ഈ സംസ്ഥ, അതായത് MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സംസ്ഥ, ആ ഒരു സ്ഥാപനം എന്താണ് മക്കളെ?
നമ്മുടെ അഹിംസയെക്കുറിച്ച് അഹിംസ എന്താണെന്ന് നമുക്ക് അറിയാലേ. അഹിംസയെക്കുറിച്ച് ശോധ് എന്ന് പറഞ്ഞാൽ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്ന ഒരു സ്ഥാപനം ആണ്. അപ്പോൾ ഏകദേശം നമുക്ക് അരുൺ ഗാന്ധിയെ മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് പാഠത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്താണെന്ന് നോക്കാം. पिता का प्रायश्चित। നോക്കൂ മക്കളെ, उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर तक आश्रम में रहता था. उस समय ആ സമയത്ത് मैं ഞാൻ എന്ന് പറയുന്ന ആരാണ്? ബോലിയെ. ജി ഹാം, അരുൺ ഗാന്ധി 16 ബരസ് കാ ഥ. അദ്ദേഹത്തിന് 16 വയസ്സ്, ബരസ് പ്രായം, ഏജ്, വയസ്സുണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഈ കഥ, ഈ ഭാഗം, ഈ ഓർമ്മക്കുറിപ്പ് അദ്ദേഹം ഓർമ്മിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് എന്താണ്? 16 വയസ്സുണ്ടായിരുന്നു. ഔർ എന്നിട്ടോ അപ്പിനെ മാതാപിതാക്കെ സാത്ത്, അപ്പിനെ മാനെ അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടുമൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ ടർബൻ സേ കരീബ് 18 മീൽ ദൂർ ഏക് ആശ്രമം മേ രഹത്താ ഥാ. അപ്പം അദ്ദേഹം എവിടെയായിരുന്നു എന്നാണ് പറയുന്നത്? ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ് ഡർബൻ. ആ ഡർബനിൽ നിന്നും 18 മൈൽ, ഏകദേശം ഒരു 18 മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അദ്ദേഹം അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുകയായിരുന്നു. നോക്കൂ മക്കളെ, അപ്പോൾ നിങ്ങൾ കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം, ഡർബൻ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നും ഏകദേശം 18 മൈൽ ദൂരം ഒരു ആശ്രമത്തിലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ ഥാ. ഈ ആശ്രമം, ഇവരിപ്പോൾ താമസിക്കുന്ന ആശ്രമം മേരെ ദാദാജി, എൻ്റെ അപ്പൂപ്പനായ മഹാത്മാഗാന്ധി സ്ഥാപിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം അദ്ദേഹം താമസിക്കുന്ന സ്ഥലം നാം മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനെ പരിചയപ്പെട്ടു, അതുപോലെ ആശ്രമം ആരാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആശ്രം ദൂർദരാജ് കെ ഇലാക്കമേം ഥാ. അപ്പോൾ ആശ്രമം എവിടെയായിരുന്നു? വളരെ ദൂരെയുള്ള ഇലാക്കമേം, ഒരു പ്രദേശത്തായി. ദൂർദരാജ് മനെ സുദൂർ, ഒരുപാട് ദൂരെയുള്ള ഒരു ഇലാക്കയിലായിരുന്നു, ഒരു പ്രദേശത്ത് ആയിരുന്നു. വാക്കുകളുടെ മീനിങ് എഴുതി വയ്ക്കുക. വഹാൻ ദൂർ തക്ക് ബസ് ഗന്നേക്ക് ഹേത്തത്. അവിടെ വളരെ ദൂരം വരെ, അതായത് നീണ്ടു കിടക്കുന്നു. ദൂർ എന്ന് വെച്ചാൽ വളരെ വ്യാപിച്ചു കിടക്കുന്നു. എന്താണ്? ബസ്, ആകെ എന്താ ഉള്ളായിരുന്നു? ഗന്നേക്കെ ഖേത്ത് മനെ കരിമ്പിൻ തോട്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं था. ഷഹർ, പട്ടണത്തിൽ നിന്നും ബഹുത് ദൂർ, വളരെയധികം ദൂരം അകത്തോട്ടാണ് താമസിക്കുന്നവർ. അതുകൊണ്ട് അവിടെ രഹിനേക്കാൻ, അവിടെ താമസിക്കുന്നത് കാരണം വഹാം എന്ന് പറഞ്ഞാൽ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഹമാരെ കോയി പടോസി നെഹിത്, നമുക്ക് വേറെ പടോസി ആരാണ് മക്കളെ? നെയ്ബേഴ്സ്, അയൽക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇവർ മക്കൾക്ക് എന്താണ് പൊതുവെ അടുത്തൊക്കെ ആൾക്കാരുള്ളതല്ലേ സാധാരണ ഒരു ഇഷ്ടം. അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആദാൻ പ്രദാനം ചെയ്യാനൊന്നും അടുത്തൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. ഇസലിയെ, അതുകൊണ്ട്, ഏതുകൊണ്ട്? നമ്മുടെ അടുത്ത അയൽക്കാരൊന്നും ഇല്ലാതിരുന്നത് കാരണം മേം ഔർ മേരി 2 ബഹിനും, ഞാനും എൻ്റെ 2 സിസ്റ്റേഴ്സും. അപ്പോൾ അരുൺ ഗാന്ധിക്ക് 2 സിസ്റ്റർമാർ കൂടി ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാം. ഹമേശ, എല്ലായ്പ്പോഴും, ഷഹർ ജാനേക്ക് ഇന്ദസാർ മേ രഹത്തേത്, എപ്പോഴും അവരെന്താണ്? ഷഹർ ജാനേക്ക്, പട്ടണത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷയിൽ താമസിച്ചിരുന്നു. അപ്പം പട്ടണത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ എപ്പോഴും വന്നു ചേരാറില്ല. അതുകൊണ്ട് ഇവരെല്ലാ പേരും എന്ത് ചെയ്യുന്നു? പട്ടണത്തിലേക്ക് പോകാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം കാത്ത് ഇവർ അതിനെ പ്രതീക്ഷിച്ച്, അതിൻ്റെ ഇന്ദസാർമേ രഹത്തേത്, അതിൻ്റെ പ്രതീക്ഷയിൽ ഇരുന്നു. ഇനി നോക്കൂ മക്കളെ, ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കേക്ക് തലാഷ് മേ രഹത്തെ. ഹം എന്ന് പറയുന്ന അരുൺ ഗാന്ധിയും 2 സിസ്റ്റേഴ്സ്, അവർ 3 പേരും ഷഹർ ജാനേക്ക്, പട്ടണത്തിൽ പോകാനുള്ള, ഹർ ഓരോ, മൗക്കെ ചാൻസ്, അവസരം ചാൻസ്, അതായത് മൗക്കേക്ക് തലാശ്, അതിൻ്റെ തലാശ്, അന്വേഷണം, അതിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തെ താമസിച്ചിരുന്നു. അവരെപ്പോഴും അതിൻ്റെ
എപ്പോഴാണ് പട്ടണത്തിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടുന്നത് എന്ന് ചിന്തിച്ചാണ് ഇരുന്നത്. ജിസ്സെ ഹം അപ്പനെ മിത്രോം സെ മിൽ സകി, അതിന് കോമ കൊടുത്തിട്ട് പിന്നെ പറയുന്നത് എന്താണ്, അവർ പട്ടണത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ റീസൺ ആണ് ഇനി പറയുന്നത്. കാരണം ജിസ്സെ അങ്ങനെ പോകുമ്പോൾ ഹം അപ്പനെ മിത്രോം സെ മിൽ സകി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ, ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മിൽ സകെ കണ്ടുമുട്ടാൻ സാധിക്കും. അവർ സാത്തിഹി ഒപ്പം വഹാം കെ സിനിമ ഘർ, അവിടുത്തെ നമുക്കിപ്പം തിയേറ്ററിൽ പോകുന്ന വലിയ ഇഷ്ടമല്ല, അപ്പം അവിടുത്തെ സിനിമാക്കാർ, ഫിലിം തിയേറ്ററുകളിലൊക്കെ ഫിലിം കാണാനും തിയേറ്ററിലൊക്കെ ഫിലിമേൻ ദേക്ക് സഹേ, സിനിമ കാണാനും പോകാൻ സാധിക്കും. അപ്പോൾ അവർക്ക് പട്ടണത്തിൽ പോയാൽ എന്തൊക്കെ കിട്ടും, അവരുടെ കൂട്ടുകാരെ കാണാൻ സാധിക്കും, അതുപോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാനും സാധിക്കും. ഓക്കെ. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം പാത്ത്, അതായത് പട്ടണത്തിൽ പോകാൻ ഒരു അവസരം അങ്ങനെ കാത്തിരിക്കുമ്പോൾ, 16 വയസ്സേ ഉള്ളൂ, കാത്തിരുന്നപ്പോഴാണ് കിട്ടിയ ഒരു അവസരം. എന്തായിരുന്നു മക്കളെ? ഏക് ദിൻ പിതാജീനെ, അച്ഛൻ എന്നോട് മുझसे कहा कि, എന്നോട് പറഞ്ഞു, मैं उन्हें कार से शहर ले जाऊं, ഞാൻ എന്ത് ചെയ്യണം, ഉന്നേം അദ്ദേഹത്തിനെ കാറിൽ ഷഹർ ലേ ജാവും, ഷഹർ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്യാൻ മിടുക്കനായിരുന്നിരിക്കുക, അതുകൊണ്ടാണ് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിരുന്നത്. ഉൻകി വഹാം പൂരേ ദിൻകി ഏക്ക് മീറ്റിംഗ് ഥി. അപ്പോൾ ഇവിടെ അരുൺ ഗാന്ധി പറയുന്നത് എന്താണ്, ഇങ്ങനെ പോകാൻ ഒരു അവസരം കാത്തിരുന്ന സമയത്ത് അരുൺ ഗാന്ധിയുടെ അച്ഛൻ ആരാണ്, മണിലാൽ ഗാന്ധി പറഞ്ഞു, ഈ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് നാളെ പട്ടണത്തിലേക്ക് പോകണം, അവിടെ പോകാനായിട്ട് കാർ ആവശ്യമുണ്ട്, കാറിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉൻകി വഹാ പൂരേത് എനിക്ക് മീറ്റിംഗ് തി, അതുപോലെ അദ്ദേഹത്തിന് അവിടെ പോകുന്ന പട്ടണത്തിലേക്ക് പോകുന്ന ദിവസം പൂരേ ദിൻ, അതായത് ആ ഡേ മുഴുവനും, ഫുൾ ഡേയും അദ്ദേഹത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുച്ചേ ഐസേ ഹി മൗക്കേ കി തലാശ് ഹി, മുച്ചേ മാനെ എനിക്ക്, ഇവിടെ എനിക്കെന്ന് പറയുന്ന ആരെയാണ് മക്കളെ? ജിഹാം, അരുൺ ഗാന്ധിക്ക് ഐസേഹി ഇങ്ങനെയുള്ള ഒരു അവസരം അന്വേഷിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നമ്മളെല്ലാം അത് കണ്ടതാണ്. क्योंकि मैं शहर जा रहा था, माम ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. അപ്പോൾ അതെന്തുകൊണ്ടാണ് പട്ടണത്തിൽ പോകാൻ വലിയ താല്പര്യപ്പെട്ടിരുന്നു അല്ലേ? അപ്പോൾ ഷഹർ ജാ രഹാഥ, പോകാൻ നേരം മാംനെ, അമ്മ എന്ത് ചെയ്തു, മുച്ചെ എൻ്റെ കയ്യിൽ സാമാൻ ലാനേക്ക്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള ഏക്ക് ലംബി ലിസ്റ്റ്, ഒരു വളരെ നീളമുള്ള, അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്, ആ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു വലിയ ലിസ്റ്റ് തമാദേന കൈമാറുക, അമ്മ മകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ ഥ, ആ പട്ടണത്തിൽ എനിക്ക് പൂരാ ദിൻ, ഫുൾ ഡേ മുഴുവനും ബിതാന സ്പെൻഡ് ചെയ്യുക, ചിലവഴിക്കേണ്ടതുണ്ടായിരുന്നു. ഇസലിയെ, അതുകൊണ്ട് പിതാജീനെ, അച്ഛൻ എന്ത് ചെയ്തു, മുझसे വഹാം കൈ ബക്കായ കാമും ക പൂരാ കർണേ കോ കഹ. അപ്പോൾ ഒരു ദിവസം മുഴുവനും അദ്ദേഹത്തിന് മീറ്റിംഗ് ഉണ്ട്, ആ സമയം മുഴുവനും അരുൺ ഗാന്ധി അവിടെ ചിലവഴിക്കേണ്ട കാര്യവുമുണ്ട്. അതുകൊണ്ട് അച്ഛൻ അരുൺ ഗാന്ധിയോട് പറഞ്ഞു, വഹാം കൈ ബക്കായ, അവിടെ പല, ബക്കായ എന്ന് പറഞ്ഞാൽ കുടിശ്ശിക, അതായത് അവിടെ പട്ടണത്തിൽ പോയി ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും, അവിടെ പെൻഡിങ് കിടക്കുന്ന പല ജോലികളും, ആ ജോലികളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ പട്ടണത്തിൽ പോകേണ്ട പല കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കണം. അപ്പോൾ ഈ ഒരു ദിവസം ആ കാര്യങ്ങളെല്ലാം, ബക്കായാക്കാം എന്ന് പറഞ്ഞാൽ പെൻഡിങ്ങിൽ കിടക്കുന്ന ജോലികളെല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇസ്മേ കാർ കി സർവീസിംഗ് ഫീ ഷാമിൽ തി, ഈ പറഞ്ഞ ജോലികളോടൊപ്പം, ഈ കിടന്ന ജോലികളോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു മക്കളെ? നോക്കൂ, കാർ സർവീസ് ചെയ്യാനുള്ള കാര്യം കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ കാർ സർവീസ് ചെയ്യാൻ കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്രയും ജോലി അരുൺ ഗാന്ധിയെ നമ്മുടെ മണിലാൽ ഗാന്ധി ഏൽപ്പിക്കുന്നു. देखिए, मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वही आ जाने को कहा.
मैंने ഞാൻ പിതാജിക്കോ മീറ്റിംഗ് की जगह पर മീറ്റിംഗ് സ്ഥലത്ത് മീറ്റിംഗ് की जगह മീറ്റിംഗ് സ്ഥലത്ത് जगह പ്ലേസ് സ്ഥലത്ത് ചോടാത്തു ചോടിനെ ഉപേക്ഷിക്കുക, അതായത് അവിടെ ആക്കുക, ആക്കിയിട്ട് ഉന്നോനെ ആക്കിയപ്പോൾ ഉന്നോനെ എന്ന് പറയുന്നത് മണിലാൽ ഗാന്ധിയാണ്. മണിലാൽ ഗാന്ധി മുച്ചേ അരുൺ ഗാന്ധിയോട് എന്ത് പറഞ്ഞു? 5 ബജെ വഹീം ആ ജാനേക്കോ കഹ. അപ്പൊ നല്ല അന്ന് മണിലാൽ ഗാന്ധി എന്നൊക്കെ നല്ല കൃത്യനിഷ്ഠയുള്ള മനുഷ്യനാണ്. എന്നിട്ട് മകനോട് പറഞ്ഞു 5 ബജെ 5 മണിക്ക് വഹീം എവിടെയാണോ ഡ്രോപ്പ് ചെയ്ത്, എവിടെയാണോ ചോട് ചെയ്തത്, അതായത് എവിടെയാണോ ഡ്രോപ്പ് ചെയ്തത് അവിടെ കറക്റ്റ് 5 മണിക്ക് വരാനായിട്ട് ആ ജാനേക്കോ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കഹ പറഞ്ഞു. എന്നിട്ടോ ബദായേ ഗേ കാമും കോ ഫടാഫട്ട് നിപട്ടാനെ കെ ബാദ് മെയിൻ ചടുസെ സിനിമ ഘർമേ കുസ് ഗയാ. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അല്ലേ ഇവിടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ ഇവിടെ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു. ആ അവസരം എന്താണ്? കളയാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ബദായേ കാമും കോ ഫടാഫട്ട് പറഞ്ഞിട്ടുള്ള, അതായത് ഇവിടെ ഏതൊക്കെ കാര്യങ്ങളാണോ അരുൺ ഗാന്ധിയെ ഏൽപ്പിച്ചത്, അതാണ് ബദായേ ഗേ കം, അവിടെ പറഞ്ഞിട്ടുള്ള ആ ജോലികളൊക്കെ ഫടാഫട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്വിക്കായിട്ട്, വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്തു? നിപ്പട്ടാന കംപ്ലീറ്റ് ചെയ്യുക. ആ പറഞ്ഞിട്ടുള്ള ജോലികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കെ ബാദ് ശേഷം मैं चढ़ से ഞാൻ എന്ത് ചെയ്തു? ചട് ധൃതിയിൽ സിനിമാക്കാർ മേ ഘുസ് ഗയ, നേരെ എന്തിവിടെ പോയി? സിനിമാക്കാർ തിയേറ്ററിലേക്ക് ഘുസ് ഗയ, കയറി എൻ്റർ ചെയ്തു. അപ്പൊ തിയേറ്ററിലേക്ക് പോയി. വഹാം അവിടെ എന്തായിരുന്നു? ജോൺ ബെൻകി ഏക്ക് ദിൽചസ്പ് ഫിലിം ദേഖ്തേ മുझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ പോയി കണ്ടത് എന്താണ്? ജോൺ ബെന്നിന്റെ ഒരു രസകരമായ, അങ്ങനെ ദിൽചസ്പ് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമ ദേഖ്തേ അത് കണ്ടങ്ങ് ഇരുന്നപ്പോഴോ മുझे എനിക്ക്, ആർക്ക്? അരുൺ ഗാന്ധിക്ക് സമയ്ക്ക ബിൽക്കുൽ ധ്യാൻ നഹീ രഹ, സമയം കടന്നുപോയതേ നമ്മുടെ അരുൺ ഗാന്ധി അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴോ സമയ്ക്ക ബിൽക്കുൽ, സമയം തീർത്തും ധ്യാൻ ശ്രദ്ധിച്ചതേയില്ല, സമയം പോയത്. ആ സിനിമയിൽ അങ്ങ് രസിച്ച് ഇരുന്നു പോയി. അവർ ജബ് ധ്യാനായ, അപ്പോൾ എപ്പോഴാണോ ആ ഒരു കാര്യത്തെക്കുറിച്ച്, സമയത്തിന്റെ കാര്യത്തെക്കുറിച്ച് ധ്യാനായ, ഓർമ്മ വന്നത്, തബ് തക്ക ശാം കെ 5:30 ബജെ ചുകേത്തെ, അപ്പോഴോ സമയം നോക്കിയപ്പോഴോ വൈകുന്നേരം 5:30 5:30 മണി, ബജ് മണി ചുകേത്തെ ആയി കഴിഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യും? മേം ചടുപ്പട് ഗാരേജ് പहुंचा. ഞാൻ എന്ത് ചെയ്തു? ചടുപ്പട് ധൃതിയിൽ ഗ്യാരേജിലേക്ക് എത്തി. ഗ്യാരേജിൽ പോയത് എന്തിനാണ് മക്കളെ? അവിടെയാണ് സർവീസിങ്ങിന് കാർ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഗ്യാരേജിലെത്തി. എത്തിയപ്പോൾ അവിടെ കാറെല്ലാം റെഡിയായിരിക്കുകയാണ്. വഹാംസെ കാർ ലേക്കർ, അവിടെ നിന്നും കാറും എടുത്ത് ജബ് മൈ പിതാജി കെ പാസ് പहुंचा, അവിടെ നിന്ന് കാറും എടുത്ത് ഇനി അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് ചെല്ലണം. അപ്പൊ മണിലാൽ ഗാന്ധി നിൽക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴോ തബ് തക്ക് ശാം കെ ചഹ് ബജ് ചുകേത്തെ, അപ്പോഴേക്കും വൈകുന്നേരം 6 മണി ആയിരുന്നു. അപ്പൊ നോക്കൂ, 5 മണിക്ക് എത്താൻ പറഞ്ഞത് എത്തിയപ്പോൾ 6 മണി ആയിരുന്നു. പിതാജി ബേസബ്രി സെ മേരാ ഇന്തസാർ കർ രഹേ ഥേ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ അവിടെ കുട്ടിവനെ കാത്തു നിൽക്കുകയാണ് അല്ലേ. ബേസബ്രി എന്ന് പറഞ്ഞ ഈഗർലി, ആകാംക്ഷയോടുകൂടി, ഇതുവരെ വന്നില്ല, അപ്പം ആകെ ടെൻഷനായിട്ടുള്ള ആ ഒരവസ്ഥ. ഈഗർലി ബേസബ്രീസെ മേരാ ഇന്തസാർ, എൻ്റെ പ്രതീക്ഷ, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അടുത്ത് ചെന്നപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയ മക്കളെ. മുന്നോനെ ഉത്സുകത പൂർവക, അദ്ദേഹം വളരെ എന്താണ് എവിടെ പോയിരുന്നു എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പം വളരെ ആകാംക്ഷപൂർവം തന്നെ ചോദിച്ചു, തും ലേറ്റ് ക്യോം ഹുയേ, നീ എന്താ ലേറ്റ് ആയത്? ഇത് ലേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡാണ്, അപ്പൊ അതിനെ ഹിന്ദിയിലേക്ക് എഴുതിയിരിക്കണം. തും ലേറ്റ് ക്യോം ഹുയേ, എന്താണ് നീ ലേറ്റ് ആയത്? उन्हें बेह बताते हुए मुझे बहुत शर्म आई कि मैं ജോൺ ബെൻകി एक പശ്ചിമി ഫിലിം ദേഖ് രഹാ താ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അരുൺ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത്? അവിടെ ഒരു വെസ്റ്റേൺ ഫിലിം, ജോൺ ബെന്നിൻ്റെ വെസ്റ്റേൺ ഫിലിം, ഇംഗ്ലീഷ് ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് അച്ഛനോട് പറയുന്നത് അരുൺ ഗാന്ധിക്ക് ഒരു മോശമായി തോന്നി. അതുകൊണ്ട് അതാണത് പറയുന്നത്. ഉന്നയും അദ്ദേഹത്തോട് യഹ് ബദാത്തേ ഹുയി, ഇത് പറയുന്നത് കൊണ്ട് മുച്ചേ എനിക്ക് ബഹുത് ശരം, എനിക്ക് വളരെ
ശരം ഷെയിം തോന്നി. എന്തിനാണ്? മെയിം ജോൺ ബെൻകി, ഞാൻ ജോൺ ബെന്നിൻ്റെ ഒരു പശ്ചിമി ഫിലിം, ഒരു വെസ്റ്റേൺ ഫിലിം ദേക്ക് രഹാത്ത, കാണുകയായിരുന്നു എന്ന സത്യം അച്ഛനോട് പറയാൻ എനിക്കൊരല്പം ഷെയിം തോന്നി. ഇസ്ലിയെ മേനെ കഹ് ദിയാ, ഇസ്ലിയെ മേനെ കഹ് ദിയാക്കി, അതുകൊണ്ട് ഞാൻ എന്താണ്, കഹ് ദിയ പറഞ്ഞു, കി എന്താണ് പറഞ്ഞത്, കാർ തയ്യാർ നഹീം ഥി ഇസ്ലിയെ മുച്ചേ വഹാം ദേർ ഹോഗി. പെട്ടെന്ന് മനസ്സിലൊരു കള്ളമാണ് വന്നത് അല്ലേ. അപ്പോൾ സാധാരണ നിങ്ങളെയൊക്കെ പോലെ തന്നെ അവിടെ അരുൺ ഗാന്ധിയും ഒരു കൊച്ചു കള്ളം പറയുന്നു. എന്താണ് പറഞ്ഞത്, കാർ തയ്യാർ നഹീം, കാർ തയ്യാർ, കാർ റെഡിയായില്ല, കാറ് സർവീസിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കിട്ടിയിരുന്നില്ല, കാർ റെഡിയായില്ല, അതുകൊണ്ട് എനിക്ക് അവിടെ വരാൻ താമസം നേരിട്ടു എന്ന് അച്ഛനെ അറിയിച്ചു. മുച്ചെ അപ്പോഴെ അറിയിച്ചു കഴിഞ്ഞും അറിയിക്കുന്ന കള്ളം പറയുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്നാലോ നോക്കൂ മക്കളെ, എന്താ സംഭവിച്ചത്, മുച്ചെ ഈസ് ബാത്ത് കാ കോയി അന്താസ നഹീം താ കി പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുകേ ഥേ. മുച്ചെ യഹ് ബാത്ത് കാ കോയി അന്താസ, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച്, കോയി അന്താസ, അന്താസ എന്താണ്, ഗസ് ചെയ്യുക, ഈ കാര്യത്തെക്കുറിച്ച് ഊഹിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഏത് കാര്യത്തെക്കുറിച്ച്, കി ലെഫ്റ്റ് സൈഡിലാണ് ഈ ചിഹ്നം, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കാര്യം പറയുന്നത്. എന്താണ് കാര്യം, പിതാജി അച്ഛൻ, പഹ്ലേഹി ആദ്യമേ, ഗ്യാരേജിലേക്ക്, സർവീസിങ്ങിന് കൊടുത്ത ഗ്യാരേജിലേക്ക്, ഫോൺ കർ ചുകിയത്തെ ഫോൺ വിളിച്ചിരുന്നു എന്ന കാര്യം എനിക്ക് ഊഹിക്കാനേ കഴിഞ്ഞിരുന്നില്ല. കാരണം അച്ഛൻ ആ ടൈമിൽ ഇവനെ കാണാതിരുന്ന സമയത്തിൽ, മകനെ കാണാതിരുന്ന ടൈമിൽ തന്നെ നേരെ ഗ്യാരേജിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അച്ഛൻ എല്ലാം മനസ്സിലാക്കി അവിടെ നിൽക്കുകയായിരുന്നു. അവർ അസലിയത്ത് സെ വാക്കിഫ് തെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്, അസലിയത്ത് യഥാർത്ഥത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വാക്കിഫായിരുന്നു. വാക്കിഫ് എന്താണ്, അദ്ദേഹം അവയറായിരുന്നു, അദ്ദേഹം ജാൻതേഥെ അറിഞ്ഞിരുന്നു എന്നാണ് വാക്കിഫ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം, അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പം നോക്കൂ, വേ മേരെ ചൂട്ടുക്കോ, അദ്ദേഹം എൻ്റെ ചൂട്ടുക്കോ, എൻ്റെ ചൂട്ട് കള്ളത്തെ ജാൻ ചുകേത്തെ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് കള്ളമാണെന്നൊന്നും പറഞ്ഞില്ല, പകരം അദ്ദേഹം എന്നാൽ ബോലെ പറഞ്ഞു. എന്താ പറഞ്ഞത് മക്കളെ, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. ഇനി എന്ത് വേണം പറയാനുള്ളത്, ഇൻഡയറക്റ്റ് ആയിട്ട് അച്ഛനങ്ങ് പറഞ്ഞു. ജിസ് തരഹ്സെ മേനെ തുമേ ബഡാ കിയാ ഹെ, ഞാൻ ഏത് രീതിയിലാണോ നിന്നെ വളർത്തി വലുതാക്കിയത്, ഞാൻ ഏത് രീതിയിലാണോ നിന്നെ വളർത്തി വലുതാക്കിയത്. പക്ഷേ ആ വലുതാക്കിയപ്പോൾ ഉസ്മേം, ആ ചെയ്ത വളർത്തിയതിൽ, ഉസ്മേം എന്ന് പറഞ്ഞാൽ ആ വളർത്തിയതിൽ, മുച്ചുസെ എനിക്ക്, കോയി ഭാരി ചൂക്ക് ഹുയിഹെ, ആ വളർത്തിയതിൽ എനിക്ക് ഒരു വളരെ വലിയ, അതായത് ഭാരി എന്ന് പറഞ്ഞാൽ വലിയ ചൂക്ക് എന്താ മക്കളെ, ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പിശക്, ഒരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി. കാരണം എന്താണ്, നീ ഇപ്പം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ നിന്നെ വളർത്തി വലുതാക്കി, പക്ഷേ അതിലെനിക്ക് വലിയ തെറ്റുപറ്റി എന്ന് അച്ഛൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മക്കൾക്കും പ്രയാസം തോന്നും അല്ലേ. മേനെ തുമേം സച്ച് ബോൾനേക്ക, ആ തെറ്റുപറ്റിയത് എന്താണ്, മേനെ ഞാൻ, തുമേം നിന്നെ, സച്ച് ബോൾനേക്ക സത്യം പറയാനുള്ള ആത്മവിശ്വാസം നഹീം ദിയാഹെ, സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകാൻ മറന്നുപോയി, അത് ഞാൻ നൽകിയില്ല. അബ് മെയിൻ ഖർത്തക്ക്, അതുകൊണ്ട്, അപ്പോൾ അതായത് സത്യം മാത്രം പറയാനുള്ള ഒരു ആത്മവിശ്വാസം നിനക്കുണ്ടാക്കി തരാൻ എനിക്ക് കഴിഞ്ഞില്ല. അതായത് അച്ഛൻ സ്വയം പറയുകയാണ് അവിടെ തെറ്റ് പറ്റിയത് എനിക്കാണെന്നാണ് അല്ലേ. അതുകൊണ്ട് അദ്ദേഹം എന്താ പറഞ്ഞ, അബുമ്മേ, അതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റായതുകൊണ്ട്, അബുമ്മേ ഞാൻ എന്ത് ചെയ്യും, ഖർത്തക്ക് വീട് വരെ, ഖർത്തക്ക് കി അഡാരഹ്മിൽ വീട് വരെയുള്ള 18 മൈൽ, കി ദൂരി അത്രയും ദൂരം, പെയ്തൽ ചൽക്കർ, പെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കാല് വച്ച് നടന്നു പോകും, അതായത് കാൽനടയായി ഞാൻ പോകും. ഹി തൈ കരുങ്ക, അങ്ങനെ പോകാൻ ഞാൻ നിശ്ചയിച്ചു. അപ്പം എനിക്ക് എന്ത് സംഭവിച്ചു, ഞാൻ നിന്നെ നന്നായിട്ട് വളർത്തി വലുതാക്കി, പക്ഷേ അവിടെ എനിക്കൊരു അബദ്ധം പറ്റി. സത്യം പറയാനുള്ള ഒരു ആത്മവിശ്വാസം മകനായ നിനക്ക് തരാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ അതിന് പ്രായച്ചിത്തമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 18 മൈൽ ദൂരവും വളരെ
ഒരു വിഷമവും കൂടാതെ ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടന്നു പോകും, കാൽനടയായി നടന്നു പോകും, ഇത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് അച്ഛൻ പറയുന്നു. യഹ് കഹത്തെ ഹുയെ സൂട്ട് ബൂട്ട് പഹിനെ പിതാജീനെ ചലന ശുരു കിയ. ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? സൂട്ടും കോട്ടും അതുപോലെ ബൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പഹിനെ ധരിച്ചുകൊണ്ട് പിതാജീനെ ചലന ശുരു കിയ. അച്ഛനെ എന്ത് ചെയ്തു? നടക്കാൻ ആരംഭിച്ചു. മക്കളെ, ഒരടി കൊടുത്താലും വിഷമം വരില്ല, പക്ഷെ അച്ഛൻ ആ നടന്നു പോകുമ്പോൾ ഏതൊരു കുട്ടിയുടെയും മനസ്സിനെ അത് നന്നായിട്ട് ഹേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ എന്തൊരു രീതിയാണ് അച്ഛൻ എടുത്തതെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. അപ്പോൾ ശരിക്കും ഈ ഒരു ഓർമ്മക്കുറിപ്പാണെങ്കിൽ ഇത് നമുക്കെല്ലാം ഒരു മോട്ടിവേഷൻ തരുന്ന ഓർമ്മക്കുറിപ്പാണ്. നോക്കൂ, ആകെ ചലെ അന്ധേരാ ഹോ ചുകാ ഥ. അന്ധേരാന്ന് വെച്ചാൽ നല്ല ഡാർക്കായി, അപ്പോഴത്തേക്കും നേരം അങ്ങ് ഇരുട്ടി. ഔർ സ്യാദാധാർ രാസ്ത കച്ചാഥ. അതുപോലെ സ്യാദാധാർ കൂടുതൽ രാസ്ത വഴിയും കച്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ടാറിട്ട റോഡൊന്നും അല്ല, മണ്ണും അതായത് റോഡൊന്നും അത്ര റെഡി ആയിട്ടില്ല. കൺസ്ട്രക്ഷനൊക്കെ വളരെ മോശമായിട്ട് കിടക്കുന്ന റോഡായിരുന്നു. സടക്ക് സുന്മാൻ തി. സടക്ക് അതുപോലെ പോകുന്ന റോഡെല്ലാം സുന്മാൻ പറഞ്ഞാൽ ഒറ്റപ്പെട്ട് അവിടെ പ്രകാശമൊന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണ്, ലോൺലി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആൾതാമസമൊന്നും ഇല്ല. സുന്മാൻ എന്ന് പറഞ്ഞാൽ ലോൺലി, ആൾതാമസമൊന്നും ഇല്ലാതുള്ള സ്ഥലം. വഹാം കോയി രോഷിനി ഫി നിഹിത്. അപ്പോൾ റോഡിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ചിന്തിക്കണം. റോഡ് കച്ചായിരുന്നു, അതുപോലെ സുന്മാനായിരുന്നു, പിന്നെയോ കോയി രോഷിനി ഫി നിഹിത്, വെളിച്ചവുമില്ല. മേം പിതാജിക്കോ അകേല നെഹീൻ ചോട് സക്ത. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അച്ഛനോടൊന്നും മറത്തു പറയാൻ സാധിക്കില്ല. പക്ഷെ അച്ഛനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അച്ഛനെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കാനും എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഞാൻ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലമാണ് അച്ഛൻ ഇപ്പോൾ എന്നോട് കാണിക്കുന്നത് അല്ലേ? എൻ്റെ തെറ്റാണത്. അപ്പോൾ അവിടെ അച്ഛനോട് ഒന്നും പറയാനോ അച്ഛനെ ഉപേക്ഷിക്കാനോ ഒറ്റയ്ക്കാക്കാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഒരു ചിത്രത്തിൽ കൂടെ തന്നെ ഒരു മകൻ അല്ലേ, ആ മകൻ കാർ ഓട്ടിക്കുന്നതും അച്ഛൻ ആ റോഡിൽ കൂടെ കരിമ്പിൻ തോട്ടമൊക്കെ ഉള്ള വളരെ ഡാർക്ക്നെസ് ആയിട്ടുള്ള റോഡാണ് അല്ലേ, അച്ഛൻ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പിറകേലായിട്ടോ ലൈറ്റ് അടിച്ച് അങ്ങനെ നമ്മുടെ കാറും പോകുവാണ്. നോക്കൂ മക്കളെ, इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से കാർ ചലാത്താ രഹ. അതുകൊണ്ട് അച്ഛനെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു? അതുകൊണ്ട് 5.5 घंटे 5.5 മണിക്കൂർ, മണിക്കൂർ തക്ക് വരെ ഞാൻ ഉൻകെ പീച്ചെ അദ്ദേഹത്തിൻ്റെ പീച്ചെ പുറകിൽ ധീമി ഗതി എന്ന് പറഞ്ഞാൽ സ്ലോ വളരെ സ്ലോ ആയിട്ട് കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു. കാരണം ആ ലൈറ്റ് കാറിൻ്റെ ലൈറ്റ് അദ്ദേഹത്തിന് കാണത്തക്ക വിധം പിന്നാലെ പതിയെ ഇങ്ങനെ അനക്കി വണ്ടിയും ഓടിച്ചുകൊണ്ട് അരുൺ ഗാന്ധി വന്നു. और मेरे छूट पर पिताजी को प्रायश्चित കർത്തേ ഹുയെ ദേഖ്താ രഹ. അതുപോലെ എൻ്റെ കള്ളത്തിൽ, ഞാൻ പറഞ്ഞ കള്ളത്തിൽ പിതാജിക്കോ അച്ഛൻ്റെ പ്രായച്ചിത്തം കർത്തേ ഹുയെ, അച്ഛൻ പ്രായച്ചിത്തം ചെയ്യുന്നത് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് അച്ഛൻ ചെയ്യുന്ന പ്രായച്ചിത്തം, ആ പ്രായച്ചിത്തം എന്ത് ചെയ്തു? ഞാനിങ്ങനെ നോക്കി കണ്ടു. അതായത് എനിക്ക് വേണ്ടിയാണ് അച്ഛൻ പ്രായച്ചിത്തം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഉസ് ദിൻ, ആ ദിവസം മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. ആ ദിവസം, ആ രാത്രിയിൽ, ആ സന്ധ്യയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ജീവൻക്ക്, എൻ്റെ ലൈഫിലെ ഒരു അഹം എന്ന് വെച്ചാൽ മഹത്വമായ ഒരു നിർണയം, ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുത്തു. അതെന്തായിരുന്നു? മേ കഫി ഫി ഛൂട്ട് നഹീം ബോലൂങ്ക. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന ആ മഹത്തായ ഒരു സത്യം, മഹത്തായ ഒരു തീരുമാനം ഞാൻ അന്ന് ആ ദിവസം എടുത്തു. मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ അക്സർ എപ്പോഴും ഈ ഘടന, ഈ സംഭവത്തെ ബാരേമേ കുറിച്ച് സോച്ചത്താഹും ചിന്തിക്കുന്നു. അഗർ പിതാജിനെ മുझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता. അപ്പോൾ അത് സ്വയം തന്നെ ചോദിക്കുകയാണ് അരുൺ ഗാന്ധി. അഗർ പിതാജിനെ മുझे അന്യ പാലകോം കി തര, ഒരു പക്ഷേ എൻ്റെ അച്ഛൻ
എന്നോട് മറ്റുള്ള രക്ഷകർത്താക്കൾ, അതായത് മറ്റുള്ള പാലക രക്ഷകർത്താക്കൾ, മറ്റുള്ള രക്ഷകർത്താക്കൾ ചെയ്യുന്നത് പോലെ സസി ദീ തോ ശിക്ഷ തന്നിരുന്നുവെങ്കിൽ ക്യാ മൈനെ കോയി സബക് സീഖാത്ത, ഞാൻ എന്തെങ്കിലും സബക്ക് പാഠം, ഞാൻ എന്തെങ്കിലും സബക്ക് പാഠം, ഏതെങ്കിലും ലെസൺ അല്ലെങ്കിൽ പാഠം, മോറൽ പഠിക്കുമായിരുന്നു. അപ്പം അതിന് അങ്ങനെ താമസിച്ചതിന് പകരം ശിക്ഷ ഏതെങ്കിലും ഒരു അച്ഛൻ വിളിച്ച് എനിക്കൊരു അടി തന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ മോറൽ പഠിക്കുമായിരുന്നു. സ്വയം ചോദിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഷായദ് നീക്കി, ഒരു പക്ഷേ പഠിക്കുമായിരുന്നില്ല. സസാരഹിനേക്കെ ബാദുഫി മെം ഷായദ് ചൂട്ട് ബോൽനേക്ക് അപ്പിനെ ആദത്ത് നെഹി ബദൽത്തി ഹോതി. അപ്പം വീണ്ടും പറയുകയാണ് അരുൺ ഗാന്ധി, എന്താണ്, അങ്ങനെ ഒരു ശിക്ഷ എനിക്ക് കിട്ടിയതിന് ശേഷവും ഞാൻ ഒരു പക്ഷേ ചൂട്ട് ബോലിനേക്ക് കള്ളം പറയാനുള്ള അപ്പിനിയാദത്ത് എൻ്റെ സ്വഭാവം നെഹീം ബദൽത്തി ഹോഗി. അപ്പം ഒരിക്കലും ബദലിനെ ചേഞ്ച് ചെയ്യുമായിരുന്നില്ല. അതായത് ഒരടി കിട്ടിയിരുന്നെങ്കിൽ അത് അപ്പോഴേ കളഞ്ഞിട്ട് വീണ്ടും കള്ളം ഞാൻ പറഞ്ഞേനെ. പക്ഷേ അച്ഛൻ സ്വയം ആ പ്രായച്ചിത്തം ചെയ്തത് കൊണ്ട് എനിക്കൊരിക്കലും പിന്നെ കള്ളം പറയേണ്ടി വന്നിട്ടില്ല എന്നാണ് അരുൺ ഗാന്ധി പറയുന്നത്. പരന്തു ഈ അഹിംസക ഘടന, എന്നാൽ ഈ അഹിംസക ഘടന, അതായത് പണിഷ്മെൻ്റ് അല്ല കൊടുത്ത, പകരം നോൺ വയലൻസ് ആണ് ഇവിടെ മണിലാൽ ഗാന്ധി ഫോളോ ചെയ്ത നോൺ വയലൻസ് ആയിട്ടുള്ള ഈ സംഭവം മേരെ ഊപ്പർ, എൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്നിൽ ബഹുത് ഗഹര അസർ, വളരെ ഡീപ്പായിട്ടുള്ള അസർ, ഒരു ഇൻഫ്ലുവൻസ്, ഒരു പ്രഭാവം ഉണ്ടാക്കി. മുച്ചേ ലഗത്താഹെ, എനിക്ക് തോന്നുന്നു, ജയ്സെ യഹ് ഘടന, എനിക്ക് എന്താണ് തോന്നുന്നത്, ജയ്സെ യഹ് ഘടന കൽഹി ഖടി ഹോ, എനിക്ക് തോന്നുന്നത് ഈ സംഭവം കൽഹി ഖടി ഹോ, ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ ഈ സംഭവം നിറഞ്ഞു നിൽക്കുന്നു. അഹിംസാക്കി യഹി ശക്തി ഹി. അപ്പം ഇത് അഹിംസയുടെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ് മക്കളെ. ഈ പാഠത്തിലൂടെ അഹിംസ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ പാഠത്തിലെ എക്സസൈസ് ഒന്ന് നോക്കാം. നോക്കൂ, പാഠ് ഏക് സുഖ ദുഃഖ ഗതിവിധിയ കവിതയാണ്. അതുപോലെ സുമിത്രാനന്ദൻ പന്തായിരുന്നു നമ്മുടെ കവി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വായിച്ചും മനസ്സിലാക്കി നോട്ട്സിലേക്ക് കോപ്പി ചെയ്ത് പഠിക്കുക. നോക്കൂ, ഇവിടെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിന് താഴെ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ തോന്നുന്നുണ്ട്. ഇവിടെ ഇത് ഓരോന്നും ഖൻ ഓർ ശശി ഏതിൻ്റെ പ്രതീകമാണെന്നാണ് ആ ക്വസ്റ്റ്യൻ. അതുപോലെ ഇവിടെ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അതിലെ ആൻസേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ ചോദിക്കാൻ മറക്കരുത്. നോക്കൂ, അടുത്ത നമ്മുടെ ആ കവിതയിലെ അടുത്ത എക്സസൈസാണ് കവിതാമേം യുഗ്മ ശബ്ദം കാ ചയൻക, യുഗ്മമായിട്ടുള്ള ശബ്ദം സുഖ ദുഃഖ, അതുപോലെ പിന്നെയുള്ള വാക്ക് നിഷാദിവ, സോത്ത ജാഗത്ത, സാഞ്ച് ഉഷ, ഹാസ് അശ്രു. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ വർഗ പഹേലി കൊടുത്തിട്ടുണ്ട്. സുഖിൻ്റെ സമാനാർത്ഥി ശബ്ദ്, മുഖിൻ്റെ സമാനാർത്ഥി ശബ്ദം, മുഖിൻ്റെ സമാനാർത്ഥി ശബ്ദം, മുഖം അതേ മീനിങ് വരുന്ന വേർഡ് നാം ഈ കവിതയിൽ പഠിച്ചിട്ടുള്ളത് ആനൻ ആണ്. അതാണ് ആനൻ. ഓക്കെ, രണ്ടാമത്തത് ആകാശ് എന്നർത്ഥം വരുന്നത്, അത് അഞ്ച് ദായിയും വലത്തോട്ടാണ്, ഗഗൻ. ഓക്കെ, അടുത്ത 6 സുഖ ദുഃഖ കെ മിലൻ സേ പരിപൂർണ ഹോ ജാത്താ ഹെ. ആറാമത്തത് നോക്കൂ, ആറാമത്തത് നമ്പറിൽ വരിക ജീവൻ. ഇതെല്ലാം കവിതയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നീച്ചേക്ക് ഓർ, ഇനി താഴോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നുകൂടിയുണ്ട്. 9th ക്വസ്റ്റ്യൻ ഏഹ നിരന്തർ ക സമാനാർത്ഥി ശബ്ദം, നിരന്തർ എന്ന വേർഡിൻ്റെ സമാനാർത്ഥി ശബ്ദം അവിരത്. അതെല്ലാം കവിതയിലുള്ള വേർഡ്സ് ആണ്. ഇനി നീച്ചേക്ക് ഓർ, ഇനി താഴോട്ട് നോക്കുക. സഫലത പാനെ കെ ലിയെ ഇസ്കി ജറൂരത്ത് ഹെ. നോക്കൂ, മേഘനത്ത്. കണ്ടോ, മേഘനത്ത്. നെക്സ്റ്റ് മേഘ കെ ലിയെ ഇസ് കവിതാമേം പ്രയുക്ത ശബ്ദം, മേഘിന് പകരം ഈ കവിതയിൽ പഠിച്ച വേർഡ്, അവിടെ കവിതയിൽ പഠിച്ച വേർഡ് തേർഡ്. നോക്കൂ, ഖൻ. ഖൻ ശശി, നമ്മുടെ ചന്ദ്രൻ അതിനിടയ്ക്ക് ഖനിലേക്ക് വിളിക്കുന്നത് ആ ലൈനിൽ പറയുന്നുണ്ട്. ഖൻ എന്നാണ് മേഘത്തിന് പകരം വന്ന വേർഡ്. കവിതാമേ സൻസാർ കാ പ്രതീകാത്മ, സൻസാറിന് പകരം കവിതയിൽ വന്ന വേർഡ് ഫോർ ജഗ് എന്നാണ് കവിതയിൽ വന്ന വേർഡ്. നോക്കൂ, ഇനി അടുത്തത് നെക്സ്റ്റ് ഉഷാക്ക അർത്ഥം, ഉഷ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കൂ. ഉഷ എന്ന വാക്കിൻ്റെ അർത്ഥം 7.
കണ്ടോ, പ്രഭാത്. ഓക്കെ, അടുത്ത സുഖ ദുഃഖ കിസ് വിതാക്കി രചനാക്കി. നമുക്കത് നോക്കാതെ തന്നെ പറയാൻ പറ്റും ഇതൊരു കവിതയാണ് അല്ലേ. കവിത, കവിത. കവി നഹീം ബോൽനാ ചാഹി, ഇതൊരിക്കലും പറയാൻ പാടില്ല. എന്താണ് പറയാൻ സാധിക്കുക, പറഞ്ഞുകൂടാത്തത്? ചൂട്ട്, കള്ള. ഓക്കെ, ആകെ ചലെ. സുഖദുഃഖ് കവിതാക്ക ആശയം. സുഖദുഃഖ് എന്ന കവിതയുടെ ആശയമാണ്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ഇപ്പോൾ നാം പഠിച്ച പാഠത്തിലെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. പാട്ട് ദോ പിതാക്ക പ്രായശ്ചിത്ത്. ഇവിടെ ഇത് എഴുതുമ്പോൾ നിങ്ങൾ സംസ്മരണം എന്നും അതുപോലെ എഴുതിയ ആളിൻ്റെ പേരും അനുവാദം ചെയ്ത ആളിൻ്റെ പേരും പിന്നെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ശരിക്കും വായിച്ച് നോക്കി മനസ്സിലാക്കി എന്നതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ അതും ഇവിടെ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം. ഹർ തക്ക് അഡാരക് മിൽക്കി ദൂർ പൈതൽ ചൽക്കർ തൈ കരുങ്ക മണിലാൽ ഗാന്ധിക്ക് ഈ നിർണയിച്ച് ആപ് സമയ സഹമത്ത് ഹെ. അപ്പോൾ ഇവിടെ അച്ഛൻ അല്ലെങ്കിൽ മണിലാൽ ഗാന്ധി എന്ത് ചെയ്യുന്നു, ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ആ തീരുമാനവുമായി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ ടീച്ചർ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ, മിലാൻ കരെ, സഹി മിലാൻ കരെ, രണ്ട് ഇതായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ വേണം നിങ്ങൾ യോജിപ്പിക്കാൻ. വർഷ ബരസ്, സുദൂർ ദൂർദരാജ്, അവസർ മൗക്ക, പ്രദേശ് ഇലാക്ക, പ്രതീക്ഷ ഇന്തജാർ, ഠൂണ്ട് തലാശ്. ഓക്കെ, ഇനി നോക്കൂ, അർത്ഥഭേദ സമുച്ചയം. ഇതൊന്ന് ശ്രദ്ധിച്ച് വേണം മനസ്സിലാക്കി വേണം ഈ ഒരു ഭാഗം വായിക്കാൻ. കാരണം ഇവിടെ ഗ്രാമറിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഗ്രാമർ ഭൂതകാലം അതുപോലെ വർത്തമാനകാലം ഇവിടെ വരുന്നുണ്ട്. നോക്കൂ, ഫസ്റ്റ് എന്താണ് അവിടെ പറയുന്നത്? ടർബൻ സെ 18 മീൽ ദൂർ തക് ഏക് ആശ്രമം മേ രഹത്താ ഹെ. ഇവിടെ ടർബൻ സെ 18 മീൽ ദൂർ ഏക് ആശ്രമം മേ രഹത്താ ഥ. അപ്പം രഹത്താ ഹെ എന്നും രഹത്താ ഥായും ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഫസ്റ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ ഇവിടെ രഹത്താഹെ എന്ന് പറയുന്നത് വർത്തമാനകാലിക രൂപകമാണ്. അതുപോലെ രഹത്താഥ എന്ന് പറയുന്നത് ഭൂതകാലമാണ്. അപ്പോൾ ഇവിടെ ക്രിയയിലാണ് രഹ്ന എന്ന ക്രിയയിലാണ് പരിവർത്തൻ വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിയാക്കെ പരിവർത്തൻ സെ കാൽക്കെ വിഭിന്ന രൂപം ക പരിചയ हुआ. അതുപോലെ कार्य के होने का बोध वर्तमान काल से होता है और भूതകാൽ से कार्य की समाप्ति. ഇവിടെ ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് ഈ ആദ്യം എഴുതിയൊക്കെ രഹത്താഹയാണ് അല്ലേ. അപ്പം അതിലിപ്പോൾ ഈ കാര്യം നടന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ഇതാണെങ്കിലോ കാര്യം നടന്നു കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒന്നിൽ കാര്യം നടന്നു പക്ഷെ മറ്റേതിൽ നടന്നു കഴിഞ്ഞ് തീർന്നിരിക്കുന്നു. അതായത് ആ സംഭവം ഫിനിഷ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഥ എന്ന അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ മേരി ദോ ബഹിനും ഹമേശ ഷഹർ ജാനേക്ക് ഇന്ദസാർ മേ രഹത്തെ ഹെ. അടുത്തതിൽ രഹത്തെ ഥേ അല്ലേ. ഇവിടെയും അവർ അത് നടന്നതാണ് പക്ഷെ കംപ്ലീറ്റ് ചെയ്ത പ്രതീതി അവിടെ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ട് ഞാനും അതുകൊണ്ട് മലയാളം ഇവിടെ വായിക്കും നിങ്ങൾക്ക്. ഞാനും 2 സഹോദരിമാരും സദാ പട്ടണത്തിൽ പോകുന്നതും പ്രതീക്ഷിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനും 2 സഹോദരി സദാ പട്ടണത്തിലേക്ക് പോകുന്ന യാത്ര പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, അത് സമാപ്തിയായി അല്ലേ. ആ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ക്രിയാധാതു രഹ്ന എന്ന ക്രിയയോടൊപ്പം ഒന്നിൽ തേ ധേയും മറ്റതിൽ തേ ഹേയുമാണ് വരുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത മൂന്നാമത്തേൽ വഹാൻ ദൂർത്ത ഗന്നേക്ക് ഹേത്ത് ഹേ. അവിടെ വളരെ ദൂരം വരെ കരിമ്പിൻ തോട്ടമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കത്താ ദൂരം വരെ കരിമ്പിൻ പാടം ആണ്. ഇവിടെയാണെങ്കിലോ കരിമ്പിൻ പാടം ആയിരുന്നു, അവിടെ ആണ്. അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല, അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ കൂടുതലും സംസ്മരണം ആയതുകൊണ്ട് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഭൂതകാലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സെൻറ്റൻസുകൾ പറയുന്നത്. നോക്കൂ മക്കളെ, ഇനി നമുക്കൊരു അതായത് ലെറ്റർ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ സംസ്മരണം എങ്ങനെയിരുന്നു? പുത്രയ്ക്ക് ഗലത്തി പർ പിതാനെ അപ്പനെ ആപ്കോ മസാദി. അപ്പം ഇവിടെ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ എന്ത് ചെയ്യുന്നു? സ്വയം ശിക്ഷ
ഏൽക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ചെയ്ത കാര്യം, ആ ദർദ് എഹ്സാസ് മേ അരുൺ ഗാന്ധിനെ യഹ് നിർണയ ലിയ കഭി ചൂട്ട് നഹീം. അതുകൊണ്ട് അരുൺ ഗാന്ധി എന്ത് ചെയ്തു? അച്ഛൻ്റെ പ്രായച്ചിത്തം കണ്ടുകൊണ്ടാണ് അരുൺ ഗാന്ധി അങ്ങനെ മഹത്വമായ ഒരു തീരുമാനവും എടുത്തത്. അപ്പനാ ദർദ് വഹ ദോസ്ത് സേ ബാണ്ടെ ബിനാ നഹീ രഹ് സക. അപ്പം അദ്ദേഹത്തിന് ആ ഒരു കാര്യം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ സാധിച്ചില്ല. ഉസ്നെ മിത്രക്കോ പത്ര ലിഖ, വഹ് പത്ര കൽപ്പനാക്ക. അപ്പം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഫ്രണ്ടായ രാകേഷിന് ഒരു കത്ത് എഴുതുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് ടർബൻ പ്ലേസും അതുപോലെ ഇവിടെ ഡേറ്റും തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മാറ്റർ തന്നിട്ടുണ്ട്. മാറ്ററിൽ ആദ്യം രാകേഷിന് കത്ത് എഴുതുന്നുണ്ട്, പ്രിയ മിത്ര രാകേഷ്. ഓക്കെ. പിന്നെ അതുപോലെ നമസ്കാരം എന്ന് പറഞ്ഞാൽ കത്ത് തുടങ്ങുന്നു. ലാസ്റ്റിൽ തുമാരാ മിത്ര അരുൺ എന്ന് വെച്ച് കത്ത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കി അത് നോട്ടിലേക്ക് കോപ്പി ചെയ്യുക. എല്ലാം നന്നായിട്ട് ചെയ്ത് മിടുക്കരായിരിക്കുമ്പോഴേക്കും ടീച്ചർ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞ മറക്കണ്ട, ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും മക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ബെച്ചു, ധന്യവാദം.